പല സമയത്തും നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് കമ്പനീന്റെ വാല്യുവേഷൻ എത്ര മൂല്യമുണ്ട് എന്നുള്ള ഒരു ചില സമയത്ത് ഇപ്പൊ പെടുന്ന സമയത്ത് കേൾക്കാറുണ്ട്. ആ കമ്പനികൾ വാല്യൂ കണക്കാക്കുന്ന സമയങ്ങളിൽ ഒരു കാര്യമാണ് ഡാറ്റ എന്നുള്ളത്, കസ്റ്റമറിന്റെ ഡാറ്റ റിപ്പോർട്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ മലബാർ ഏരിയയിലുള്ള ഒരു ടീമിന്റെ നമ്മൾ ഒരു ഓഡിറ്റിങ്ങിന് പോയ സമയത്ത് നമ്മൾ ഒരു വലിയൊരു കാഴ്ചയായിരുന്നു എന്ന് വെച്ചാൽ, ഒരു ആവറേജ് 1100 എൻക്വയറീസ് മുതൽ 2800 എൻക്വയറീസ് വരെ അവർക്ക് എന്ത് ആവറേജ് ഒരു മന്ത്ലി അവർക്ക് എൻക്വയറീസ് വരാറുണ്ട്. കാരണം ഒരു യൂട്യൂബ് ഇൻഫ്ലുവൻസറോ ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പ്രൊഡക്റ്റ് നന്നായിട്ട് യൂട്യൂബിലൂടെ ചെയ്യുന്നുണ്ട്. പിന്നെ അദ്ദേഹം ആ പറഞ്ഞ കാര്യങ്ങൾ ഒരു ലൈവ് വെബിനാറായിട്ടും ഓൺലൈൻ കോഴ്സായിട്ടും അല്ലാതെ അവിടെ വന്ന് പഠിപ്പിക്കുന്ന രീതിയിലൊക്കെ ആയിട്ട് ചെയ്യുന്ന ഒരു ടീമാണ്. അപ്പോൾ അവിടെ ഇത്രയും എൻക്വയറീസ് ഉണ്ടായാലും ഒരു ആവറേജ് മന്ത്ലി 10 മുതൽ 17 ക്ലോസിംഗേ വരുന്നുള്ളൂ. അപ്പോൾ അതിനു മുമ്പ് നന്നായിട്ട് ഹൈ ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ടും നോക്കിയ സമയങ്ങളിൽ അപ്പോൾ നമ്മൾ മുമ്പത്തെ ഡാറ്റസ് കൂടി നോക്കിയ സമയത്ത് ഇവരെന്ത് ചെയ്യുന്നില്ല, ഈ ഡാറ്റ പോലും എൻ്റർ ചെയ്യുന്നില്ല. ജനുവരിയിൽ ഒരു 1000 എൻക്വയറീസ് ടൈപ്പ് ചെയ്ത് വെച്ചാണ്, ഫെബ്രുവരി ഇല്ല, മാർച്ചിലില്ല. ഇവർ നോട്ട്ബുക്കിൽ എഴുതാണ്. ഈ നോട്ട്ബുക്കിൽ എഴുതിയ നമ്പറിന് പോലും എന്തില്ല, കൃത്യമായിട്ട് ഈ ഒന്നിന് പോലും എന്തില്ല, ഈ വിളിച്ച ആളെ പേരില്ല, എവിടുന്നാ വിളിച്ചത്, എന്തിനാ വിളിച്ചത്, ഒരു എൻക്വയറീസ് ഇല്ല. എല്ലാം അവർ ടെലികോളേഴ്സ് ഇരുന്ന് അവരോട് സംസാരിച്ച കാര്യങ്ങളാണ്. പക്ഷെ ഇവരുടെ അടുത്ത് ഒരു ഡാറ്റ ഇല്ല. അപ്പം ഇത് ഓണേഴ്സ് പോലും ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു 3 to 5 months ആയപ്പോൾ അവർക്ക് ഒരു ഏകദേശം 10,000 കണക്കിന് കസ്റ്റമറിന്റെ ഡാറ്റയാണ് പോയത്. അത് അവരെ കയ്യിലുണ്ടെങ്കിൽ അത്യാവശ്യം അവർക്ക് നല്ല വാല്യുവേഷൻ കിട്ടേണ്ട ഒരു കാര്യമായിരുന്നു. അതേപോലെ തന്നെ നമുക്ക് അവർക്ക് ഇനി പുതിയ പ്രൊഡക്റ്റ് ഇറക്കുകയാണെങ്കിൽ നമുക്കൊരു പോഡ്കാസ്റ്റ് തയ്യാറാക്കാം, അല്ലെങ്കിൽ വാട്സപ്പ് ബൾക്ക് മെസ്സഞ്ചർ ആയിട്ട് അവർക്ക് മെസ്സേജ് കൊടുക്കാം, അല്ലെങ്കിൽ അവരെ നമുക്കൊരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ ഒരുപാട് സാധ്യതകളുള്ള കാര്യങ്ങളായിരുന്നു ഈ 10,000 കണക്കിന് എൻക്വയറീസുകൾക്ക് ഇവർ നഷ്ടമായിട്ട് എന്നുള്ളതെന്ന് വെച്ചാൽ. അപ്പോൾ നിങ്ങളൊരു കമ്പനിയിൽ ഒരു CRM സോഫ്റ്റ്വെയർ വാങ്ങി കൊടുക്കുക, ഇനി അതല്ല എക്സെല്ലെങ്കിലും കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് പോയാൽ പറ്റാവുന്ന ഒരു കാര്യമേ ഉള്ളൂ. അപ്പോൾ ഇതെങ്കിലും നിങ്ങൾ കമ്പനികളിലെ ഓണേഴ്സ് ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്റ്റാഫ് ഇൻഹോസ് വെച്ച് എന്ന് പറഞ്ഞ രീതിയിൽ ഒരു ഓഡിറ്റിങ്ങിലൊക്കെ ചെയ്യുന്നത് വളരെയേറെ നല്ലതാണ്.